ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രണ്ട് വഴുതനങ്ങ കയ്യിലുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കാം. മീനൊന്നും കിട്ടിയില്ലെങ്കിലും ചോറുണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ വഴുതനങ്ങ നമുക്കൊന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായി ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും, എരിക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ വേണ്ട, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ടതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം. ഒന്ന് കുഴച്ച് നമുക്ക് ഒരു ബാറ്റർ ഇതായിട്ട് എടുക്കാം. തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കൽ, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്തെടുക്കാം. വഴുതനങ്ങ ചേർത്തെടുത്ത് നന്നായിട്ട് വഴുതനങ്ങയിൽ നന്നായിട്ട് ഈ അരപ്പൊന്ന് തേച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴുതനങ്ങയിൽ അരപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. 2 സൈഡിൽ നന്നായിട്ട് അരപ്പ് പിടിച്ചാലേ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം വഴുതനങ്ങയിൽ ഞാനൊന്ന് അരപ്പ് നന്നായിട്ടൊന്ന് തേച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വഴുതനങ്ങയിൽ അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ഈ എണ്ണയിലോട്ട് ഓരോന്നായിട്ട് ഇതങ്ങ് പറക്കിയിട്ട് കൊടുക്കാം. നമ്മൾ മീൻ പൊരിക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ 2 സൈഡും നല്ലോണം മൂത്ത് വരുന്നതാണ്. നന്നായിട്ട് മൊരിച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിട്ടെടുക്കാവൂ. 2 സൈഡ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരാം. അപ്പോൾ 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് വഴുതനങ്ങ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ.